Colpearson's coefficient of correlation നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നന്നായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതിന്റെ ആ മെത്തേഡിന്റെ പ്രധാന പോരായ്മ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസിന്റെ കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണുന്നതിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. എന്നാൽ ക്വാണ്ടിറ്റേറ്റീവായി മെഷർ ചെയ്യാൻ പറ്റാത്ത ചില വേരിയബിൾസും ഉണ്ട്. അത്തരം വേരിയബിൾസിനെ ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് എന്നാണ് പറയുക. ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് മീൻസ് ന്യൂമറിക്കലായിട്ട് മെഷർ ചെയ്യാൻ പറ്റാത്ത വേരിയബിൾസ് ആണ് ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ്. അപ്പൊ എക്സാമ്പിൾ നമുക്ക് എന്താ പറയാം? മെഷർ ചെയ്യാൻ പറ്റാത്ത വേരിയബിൾസ് ബ്യൂട്ടി, ഇന്റലിജൻസ്, എഫിഷ്യൻസി എക്സെട്ര. നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യാൻ പറ്റാത്ത വേരിയബിൾസ്. അപ്പം ക്വാളിറ്റേറ്റീവ് വേരിയബിൾസിന്റെ കോറിലേഷൻ കോഎഫിഷ്യന്റ് കണക്കാക്കുന്നതിന് പൊതുവെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ്. ഓക്കെ, റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ്. ഡയറക്റ്റ് വാല്യൂ എടുക്കാതെ റാങ്ക് ഉപയോഗിച്ച് കാണുന്നതാണ് ഈ രീതി. അപ്പൊ ഈ രീതി ഡെവലപ്പ് ചെയ്ത റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഡെവലപ്പ് ചെയ്തെടുത്തത് എഡ്വേർഡ് സ്പിയർമാൻ ആണ്. എഡ്വേർഡ് സ്പിയർമാൻ. ഓക്കെ, അപ്പം റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണുന്നതിനുള്ള ഫോർമുല റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് is equal to 1 minus 6 sigma d square divided by n into n square minus 1. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം 1 സെപ്പറേറ്റ് നിൽക്കുകയാണ്. ബാക്കി കാൽക്കുലേഷൻസ് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം 1 നിന്ന് ലെസ് ചെയ്യാവും. 1 ന്യൂമറേറ്റർ ആയിട്ട് എടുക്കരുതെന്നർത്ഥം. 1 നിന്നും ലാസ്റ്റിൽ വേണം നമ്മൾ കാൽക്കുലേഷൻ കഴിഞ്ഞ് ലെസ് ചെയ്യേണ്ടത്. വരുത്തുന്ന മിസ്റ്റേക്ക് നമ്മൾ ന്യൂമറിക്കലായിട്ട് എടുത്ത് ലെസ് ചെയ്ത് പൊക്കളയും. ഓക്കെ, അപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താന്ന് നോക്കാം നമുക്ക്. എന്താ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ്? അതായത് Colpearson's coefficient of correlation can be applied only in the case of quantitative variables. But there are some variables which cannot be numerically measured. There are some variables which cannot be numerically measured. Yes, ന്യൂമറിക്കലായിട്ട് മെഷർ ചെയ്യാൻ പറ്റാത്ത വേരിയബിൾസ് ഉണ്ട്. Such variables are called qualitative variables. അല്ലെ? അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസിനെ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് എന്നും ന്യൂമറിക്കലായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസിനെ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് എന്നും ന്യൂമറിക്കലായിട്ട് മെഷർ ചെയ്യാൻ പറ്റാത്ത വേരിയബിൾസിനെ ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് എന്നും പറയുന്നു. അപ്പൊ അത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിക്കാം അല്ലേ? Quantitative variables and qualitative variables. Then examples of qualitative variables are beauty, intelligence, efficiency, etc. Okay. ഇതിന്റെ അതായത് ക്വാളിറ്റേറ്റീവ് വേരിയബിൾസിന്റെ കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് റാങ്ക് കോറിലേഷൻ മെത്തേഡ്. Okay, a rank correlation method is generally used for calculating the correlation coefficient of qualitative variables. What is rank correlation coefficient? Rank correlation coefficient is generally used for calculating the correlation coefficient of qualitative variables. This method is developed by Edward Spearman. So this method is also called Spearman's rank correlation coefficient.
What is the formula? The formula for calculating rank correlation coefficient is 1 minus 6 sigma d square divided by n into n square minus 1. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാൻ പറഞ്ഞത്? 1 സെപ്പറേറ്റ് നിൽക്കുകയാണെന്നുള്ളത് ശ്രദ്ധിക്കുക. രണ്ടാമത് 6 എന്ന് പറയുന്ന ഇക്വേഷനിൽ തന്നെ ഉള്ളതാണ്. ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളെ അറിയേണ്ടതുള്ളൂ. Here n is equal to number of pairs, means number of pairs of values. Then d is equal to difference between ranks. What is d? d is the difference between ranks. റാങ്കുകൾ കണ്ടിട്ടാണ് കാണുന്നത്, റാങ്കുകൾ തമ്മിലുള്ള വ്യത്യാസം. വാല്യൂസ് അല്ല, റാങ്കുകൾ തമ്മിലുള്ള വ്യത്യാസം. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് പെയർസ് ഓഫ് വാല്യൂസ്. ക്ലിയർ ആയോ? നമുക്ക് 2 മാർക്ക് ഷോർട്ട് ആൻസർ ചോദിച്ചാൽ എഴുതത്തക്കവണ്ണം തിയറിയായി. ഇനി നമുക്ക് അതിന്റെ ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച്. ഫൈൻഡ് ദ കോറിലേഷൻ കോഎഫിഷ്യന്റ് between poverty and overcrowding. ഇവിടെ രണ്ട് വേരിയബിൾസ് ഏതൊക്കെയാണ്? പോവർട്ടിയും ഓവർക്രൗഡിങ്ങും. ഈ പോവർട്ടി ഓവർക്രൗഡിങ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് ആണ് അല്ലേ? ദാരിദ്ര്യം എന്നാണ് പോവർട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ദാരിദ്ര്യം എന്നാണ്. ഓവർക്രൗഡിങ് മീൻസ് അല്ലെ, അമിതമായ ജനവാസം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും എന്ന് പറയുന്ന ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് ആണ്. അപ്പൊ അവിടെ നമ്മള് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ? അപ്പൊ പോവർട്ടിയെ നമുക്ക് എക്സ് വേരിയബിൾ ആയിട്ട് എടുക്കാം, ഓവർ ക്രൗഡിങ്ങിനെ നമുക്ക് വൈ വേരിയബിൾ ആയിട്ട് എടുക്കാം. അപ്പൊ അതിന്റെ രണ്ടിന്റെയും വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. പക്ഷെ ഇത് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റാത്ത ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് അല്ലേ? അതുകൊണ്ട് നമ്മൾ ഇതിന്റെ റാങ്ക് കണ്ടിട്ടാണ് കോറിലേഷൻ കോഎഫിഷ്യന്റ് കണക്കാക്കുന്നത്. അപ്പൊ എക്സ് വേരിയബിളിന്റെ റാങ്കും കാണണം, വൈ വേരിയബിളിന്റെ റാങ്കും കാണണം. ഓക്കെ, ഇപ്പൊ നമ്മൾ രണ്ട് കോളം, രണ്ടിന്റെ റാങ്ക് കാണുകയാണ്. ഇപ്പൊ നെക്സ്റ്റ് കോളം റാങ്ക് ഓഫ് എക്സ്. എക്സിന്റെ വാല്യൂസിനെ റാങ്ക് ചെയ്യുകയാണ്. നമ്മൾ സാധാരണ ക്ലാസ്സിൽ എങ്ങനെയാ റാങ്ക് ചെയ്യുക? നമ്മൾ റാങ്ക് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഏറ്റവും ഹൈയസ്റ്റ് മാർക്കുള്ള കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, ഇങ്ങനെയല്ലേ കൊടുക്കാറ്? അതുപോലെ തന്നെയാണ് ഇവിടെയും റാങ്ക് കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മള് എക്സ് വേരിയബിൾ, അതായത് പോവർട്ടിയിലെ ഹൈയസ്റ്റ് വാല്യൂ ഒന്ന് ശ്രദ്ധിച്ചേ. ഹൈയസ്റ്റ് വാല്യൂ 17. ഓക്കെ, അപ്പൊ 17 ഫസ്റ്റ് റാങ്ക്. സെക്കൻഡ് വാല്യൂ 16, അപ്പൊ അതിന് സെക്കൻഡ് റാങ്ക്. നെക്സ്റ്റ് വാല്യൂ 15, തേർഡ് റാങ്ക്. നെക്സ്റ്റ് വാല്യൂ 14, fourth rank. Next 13, fifth rank. Okay, 13 fifth rank. Then അത് കഴിഞ്ഞ് 13 കഴിഞ്ഞ് 12 sixth rank. Then 11 seventh rank. 11 next 9. ശ്രദ്ധിച്ചോണ്ടേ ഓരോന്നും. 9 8th rank. 9 കഴിഞ്ഞ് നെക്സ്റ്റ് നമ്പർ 9 കഴിഞ്ഞ് 7 9th rank. Last value 6 10th rank. Similarly, നമുക്കിനി ഓവർ ക്രൗഡിങ് വൈ വേരിയബിൾ, അതിനെ ഇതുപോലെ റാങ്ക് ചെയ്യാം. വൈ വേരിയബിൾ ഓവർ ക്രൗഡിങ്ങിനെയാണ് റാങ്ക് ചെയ്യാൻ പോണത്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? അടുത്ത ഹെഡിങ് റാങ്ക് ഓഫ് വൈ. നെക്സ്റ്റ് കോളം റാങ്ക് ഓഫ് വൈ.
ആ ഓവർ ക്രൗഡിങ്, അതായത് വൈയിലെ വാല്യൂസ് എല്ലാം ശ്രദ്ധിച്ചേ. ഏതാ ഹയസ്റ്റ് വാല്യൂ? 46. 46 ഫസ്റ്റ് റാങ്ക്. നെക്സ്റ്റ് 36 സെക്കൻഡ് റാങ്ക്. 35 തേർഡ് റാങ്ക്. 27 fourth rank. 24 fifth rank. 22 sixth rank. 18 seventh rank. 12 ninth rank. Next number 12 eighth rank. Next 8 ninth rank. 2 10th rank. For 10 values ഉണ്ട്, 10 റാങ്കും ആയി. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? തന്നിരിക്കുന്ന വാല്യൂസിന്റെ എക്സ് വേരിയബിളിന്റെ വാല്യൂസിനെയും വൈ വേരിയബിളിന്റെ വാല്യൂസിനെയും റാങ്ക് ചെയ്യുക. റാങ്ക് ചെയ്യുന്നത് സാധാരണ നമ്മൾ റാങ്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് റാങ്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത കോളം എന്താണ്? നമുക്ക് ഇക്വേഷനിൽ വേണ്ടത് ഡി സ്ക്വയർ വേണം. രണ്ട് വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ഡിയും കാണണം, എന്നും വേണം. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പെയേഴ്സ്. ഇവിടെ നമ്പർ ഓഫ് പെയേഴ്സ് 10 ആണല്ലോ. ഇനി ഡി കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ഡി? ഡിഫറൻസ് ബിറ്റ്വീൻ റാങ്ക്സ്. അപ്പൊ നെക്സ്റ്റ് കോളം ഡി. അപ്പം റാങ്കുകളുടെ ഡിഫറൻസ് എടുക്കുക. ഓക്കെ, ഇപ്പൊ രണ്ട് റാങ്കുകളുടെ, റാങ്ക് ഓഫ് എക്സിന്റെയും റാങ്ക് ഓഫ് വൈയുടെയും ഡിഫറൻസ്. അപ്പൊ നമ്മൾ സൈൻ ഒന്നും നോക്കണ്ട, ജസ്റ്റ് ടേക്ക് ദ ഡിഫറൻസ്. ഇപ്പൊ 1ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് 1. അടുത്ത 5ഉം 1ഉം 4. 3ഉം 3ഉം 0. 2ഉം 5ഉം 3. 10ഉം 8ഉം 2. 7ഉം 7ഉം 0. 4ഉം 4ഉം 0. 8ഉം 6ഉം 2. 9ഉം 10ഉം 1. 6ഉം 9ഉം 3. നെക്സ്റ്റ് കോളം ഫൈൻഡ് ഔട്ട് ഡി സ്ക്വയർ. ഡി സ്ക്വയർ മീൻസ് ഡി ഇൻറ്റു ഡി. അപ്പൊ നമ്മൾ ആ ഡിഫറൻസിന്റെ സ്ക്വയർ എടുക്കുകയാണ് അല്ലെ. അപ്പൊ ഡി സ്ക്വയറിന്റെ കോളം എങ്ങനെ കാണണം? ഡിയുടെ സ്ക്വയർ ആണ് എടുക്കുന്നത്. അപ്പൊ 1 സ്ക്വയർ 1. നെക്സ്റ്റ് 4 സ്ക്വയർ 16. 0 സ്ക്വയർ 0. 3 സ്ക്വയർ 9. 2 സ്ക്വയർ 4. 0 0. Again 0 0. 2 square 4. 1 square 1. 3 square 9. നമ്മൾ ഏതൊക്കെ കണ്ടു? ഡി കണ്ടു, ഡി സ്ക്വയർ കണ്ടു. ഇനി നമുക്ക് സിഗ്മ ഡി സ്ക്വയർ വേണം. സിഗ്മ ഡി സ്ക്വയർ മീൻസ് ഡി സ്ക്വയറിന്റെ സം. അപ്പൊ ഡി സ്ക്വയർ എല്ലാം കൂടി ഒന്ന് സം ചെയ്തെടുത്തേ. ഡി സ്ക്വയർ സം ചെയ്യുമ്പോൾ വി ഗെറ്റ് 44. സം ചെയ്തെടുത്ത് ഡി സ്ക്വയർ എല്ലാം കൂടെ വി ഗെറ്റ് 44. ഇനി നമുക്ക് ഫോർമുല കൊടുക്കാം. റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് is equal to 1 minus 6 sigma d square divided by n into n square minus 1. നമ്മൾ ഇനി ഇക്വേഷനിൽ അപ്പൊ രണ്ട് വാല്യൂ നമുക്ക് അറിയേണ്ടതുള്ളൂ. n ഇവിടെ എത്ര? n 10, sigma d square 44. അപ്പൊ n is equal to 10, sigma d square is equal to 44. അപ്പൊ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 minus 6 into 44. Sigma d square 44 divided by 10 into 10 square minus 1. Okay, it is equal to 1 minus 264. either 6 into 44 264 divided by
10 into 99. That's equal to 1 minus 264 divided by 990. 10 into 99, 990. That's equal to 1 minus 0.267. 0.267 or 27. Okay, അത് എവിടുന്നാ കിട്ടിയത് നമുക്ക് 0.267? 264 divided by 990. Okay, ഇനി ലെസ് ചെയ്തെടുക്കണം അല്ലേ? 0.267 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 0.27. ഇനി അത് ലെസ് ചെയ്തെടുക്കുമ്പോൾ we get, ഇനി മാത്രമേ ഈ ലാസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ 1ൽ നിന്ന് ലെസ് ചെയ്യാവൂ. അതുവരെ 1നെ നമ്മൾ എടുക്കാനേ പാടില്ല. അപ്പം ലാസ്റ്റ് സ്റ്റെപ്പ് 1ൽ നിന്നും 0.267 ലെസ് ചെയ്യുമ്പോൾ we get 0.733. അപ്പൊ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ലാസ്റ്റ് ആൻസർ 2 പ്ലേസിന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതണമെന്ന് അല്ലേ? മൂന്നാമത്തെ പ്ലേസ് 5ഓ അതിൽ കൂടുതലോ ആണെങ്കിൽ ഒരു പ്ലേസ് സെക്കൻഡ് പ്ലേസിനോട് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതണമെന്ന്. അപ്പൊ ഫൈനൽ ആൻസർ 0.73. ഓക്കെ, റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റിൽ ഒരു സിറ്റുവേഷനും കൂടി ഉണ്ടാവും. അതായത് റിപ്പീറ്റഡ് റാങ്ക് ഓർ ഈക്വൽ റാങ്ക്. നമ്മൾ ഈ ചെയ്ത ക്വസ്റ്റ്യനിൽ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഒരു വാല്യൂം റിപ്പീറ്റ് ചെയ്തില്ല. അപ്പം ചില സിറ്റുവേഷനിൽ വാല്യൂ റിപ്പീറ്റ് ചെയ്യും അല്ലേ? ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്ലാസ്സിൽ സെക്കൻഡ് മാർക്ക് കിട്ടുന്ന കുട്ടികൾ ചിലപ്പോൾ 3 പേര് കാണും. ഫസ്റ്റ് മാർക്ക് കിട്ടിയ കുട്ടി ചിലപ്പോൾ 2 പേര് കാണും അല്ലേ? അപ്പൊ ഒരേ മാർക്ക് കിട്ടുന്ന കൂടുതൽ കുട്ടികൾ വരാം. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ എങ്ങനെ റാങ്ക് കൊടുക്കണമെന്നും റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണണമെന്നുമാണ് ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ആ സിറ്റുവേഷൻ ആണ് നോക്കുന്നത്. ഇപ്പം എപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞ് 2 or more values, 2 or more ഐറ്റത്തിന് സെയിം വാല്യൂ വരുമ്പോഴാണ് അല്ലെ? 2 or more ഐറ്റത്തിന് സെയിം വാല്യൂ വരുമ്പോഴാണ് റിപ്പീറ്റഡ് റാങ്ക് വരുന്നത് അല്ലെ? അങ്ങനത്തെ സിറ്റുവേഷനിൽ, അതായത് 2 or more ഐറ്റത്തിന് സെയിം വാല്യൂ വരുമ്പോൾ സാധാരണ നമ്മൾ ക്ലാസ്സിൽ എന്താ ചെയ്യാറ്? ഇപ്പൊ ഫസ്റ്റ് മാർക്ക് 80 ആണ്, 2 സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 പേർക്കും ഫസ്റ്റ് റാങ്ക് ഇടും അല്ലേ? അങ്ങനെയാ ചെയ്യാറ്. അപ്പം ഇവിടെ സ്പിയർമാൻ പറയുന്നത് അങ്ങനെ ചെയ്യരുത്, ആവറേജ് റാങ്ക് ആയിരിക്കണം കൊടുക്കേണ്ടത്. ആവറേജ് റാങ്ക് എന്ന് പറയുന്ന ചെറിയ ഡിഫറൻസ് ഉണ്ടായിരുന്നു എന്ന അസംഷനിൽ ഒന്നാമത്തെ കുട്ടിക്ക് ഫസ്റ്റ് റാങ്കും രണ്ടാമത്തെ കുട്ടിക്ക് സെക്കൻഡ് റാങ്കും നൽകിക്കൊണ്ട് അതിന്റെ ആവറേജ് എടുക്കുക. അപ്പൊ എങ്ങനെ വരും? 1 + 2/2, that is 3/2, that is 1.5. അപ്പൊ നമ്മൾ സാധാരണ ഏത് റാങ്ക് കൊടുക്കും? ഫസ്റ്റ് മാർക്ക് 2 കുട്ടികൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 പേർക്കും ഫസ്റ്റ് റാങ്ക് കൊടുക്കും. പക്ഷെ സ്പിയർമാൻ പറയുന്നത് ആവറേജ് റാങ്ക് ആയിരിക്കണം കൊടുക്കേണ്ടത്. അപ്പൊ ആവറേജ് റാങ്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നെന്ന് ക്ലിയർ ആയോ? അതാണ്. അപ്പൊ ആ സിറ്റുവേഷൻ ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആവറേജ് റാങ്ക് ആയിരിക്കണം കൊടുക്കേണ്ടത്. രണ്ടാമത്, അപ്പൊ റാങ്ക് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷനിൽ ചെറിയ ഡിഫറൻസ് കൂടി വരുത്തണം. ആദ്യത്തെ സിറ്റുവേഷൻ എന്ത് ചെയ്യാനാ പറഞ്ഞത്? ആവറേജ് റാങ്ക് ആയിരിക്കണം കൊടുക്കേണ്ടത്. രണ്ടാമത്, ഇക്വേഷനിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക. എന്താണ്? സിഗ്മ ഡി സ്ക്വയറിന്റെ കൂടെ, സിഗ്മ ഡി സ്ക്വയർ നമ്മൾ നേരത്തെ ഇക്വേഷൻ അല്ലേ, സെയിം ഇക്വേഷൻ, അതില് സിഗ്മ ഡി സ്ക്വയറിന്റെ കൂടെ m³ - m/12 ആഡ് ചെയ്യുക. ഇപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 6 സിഗ്മ ഡി സ്ക്വയറിന്റെ കൂടെ അല്ല,
സിഗ്മ ഡി സ്ക്വയർ നമ്മൾ കോളത്തിൽ കാണുമല്ലോ, ആ സിഗ്മ ഡി സ്ക്വയറിന്റെ കൂടെ എം ക്യൂബ് മൈനസ് എം ബൈ 12 ആഡ് ചെയ്യുക. ഈ 12 എല്ലാ ഇക്വേഷനിലുള്ളതാ. എം ക്യൂബ് മൈനസ് എം ബൈ 12 ആഡ് ചെയ്യുക. ഇപ്പൊ രണ്ട് അഡ്ജസ്റ്റ്മെന്റ് ആണ് അവിടെ പറഞ്ഞത്. ഇപ്പൊ റിപ്പീറ്റഡ് റാങ്ക് എപ്പോഴാ വരുന്നത്? 2 or more ഐറ്റത്തിന് സെയിം വാല്യൂ വരുമ്പോഴാണ് റിപ്പീറ്റഡ് റാങ്ക് വരുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് സ്പിയർമാൻ പറഞ്ഞത്? രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത് ആവറേജ് റാങ്ക് കൊടുക്കുക, രണ്ടാമത് സിഗ്മ ഡി സ്ക്വയറിന്റെ കൂടെ എം ക്യൂബ് മൈനസ് എം ബൈ 12 ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്കതൊന്ന് പറയാം. In some situations, 2 or more items have the same values. In such a situation, average rank should be given to each item. When 2 or more items have same values, എന്താ ചെയ്യേണ്ടത്? Average rank should be given to each item. Moreover, some adjustment should be made in the equation. That is, add m cube minus m by 12 to sigma d square. എന്ത് ചെയ്യണം? Add m cube minus m by 12 to sigma d square. അപ്പൊ അവിടെ നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം, ബാക്കി നേരത്തെ ചെയ്ത പോലെ തന്നെ സിമ്പിൾ മെത്തേഡ് ആയിരുന്നല്ലോ റാങ്ക് കോറിലേഷൻ. പക്ഷെ ഇവിടെ പ്രത്യേകത നമുക്ക് എം എന്താണെന്ന് അറിയണം. നല്ല എം ക്യൂ മൈനസ് എം കാണാൻ പറ്റും. ഹിയർ എം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടൈംസ് വൺ ഐറ്റം റിപ്പീറ്റ്സ്. ഒരു ഐറ്റം എത്ര പ്രാവശ്യം ആവർത്തിച്ചു? ചിലപ്പോൾ 2 പ്രാവശ്യം ആവാം, ചിലപ്പോൾ 3 പ്രാവശ്യം ആവാം. അങ്ങനെ എത്ര പ്രാവശ്യം ആവർത്തിച്ചു, ആ നമ്പർ ഓഫ് ടൈംസിനെ കാണിക്കുന്നതാണ് എം. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അതിന്റെ റിപ്പീറ്റഡ് റാങ്കിന്റെ പ്രോബ്ലം. the rank correlation coefficient. ഇപ്പൊ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? എക്സും തന്നിട്ടുണ്ട്, വൈയും തന്നിട്ടുണ്ട്. ഇപ്പൊ എക്സിന്റെ വാല്യൂ ശ്രദ്ധിച്ചോ, വൈയുടെ വാല്യൂ രണ്ടും രണ്ട് കോളത്തിലായിട്ട് തന്നിട്ടുണ്ട്. How many pairs of values? 10. അപ്പൊ n is equal to 10. ഓക്കെ, ഇനി നമ്മൾ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ് കാണേണ്ടത്. ഇപ്പൊ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണുമ്പോൾ ഏതാണ് നമ്മൾ നോക്കുക? റിപ്പീറ്റ് ചെയ്യുന്നതാണെങ്കിൽ അതിന്റെ ഫോർമുല യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ആദ്യത്തെ ഫോർമുല യൂസ് ചെയ്യണം. നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. അപ്പൊ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? എക്സിന്റെ വാല്യൂവിനെയും വൈയുടെ വാല്യൂവിനെയും റാങ്ക് ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് കോളം റാങ്ക് ഓഫ് എക്സ്. റാങ്ക് ഓഫ് എക്സ്. അപ്പൊ ഇനി നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം റാങ്ക് ചെയ്യുന്ന. ഇവിടെ പ്രത്യേകത എന്താണ്? റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കണ്ണ് ഓടിച്ച് ആദ്യത്തെ ഫസ്റ്റ് മാർക്ക് മീൻസ് ഓരോ വാല്യൂയും ഹയസ്റ്റ് വാല്യൂ കണ്ടെത്തി പോകുമ്പോൾ മൊത്തം വാല്യൂയും നോക്കിക്കോണം. ആ വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ, അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു, ഇങ്ങനെ ശ്രദ്ധിച്ച് വേണം പോവേണ്ടത്. നേരത്തെ റിപ്പീറ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യൻ ആയിരുന്നുകൊണ്ട് അതൊന്നും പറയാഞ്ഞത്. അപ്പം നമ്മൾ എപ്പോഴും കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണുമ്പോൾ, പ്രത്യേക റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണുമ്പോൾ നമ്മൾ ഓരോ ഐറ്റം റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് എഴുതാവൂ. നമ്മൾ എക്സിന്റെ റാങ്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എക്സിന്റെ കോളം ഒന്ന് ചെക്ക് ചെയ്തേ. ഹൈയസ്റ്റ് വാല്യൂ 80. ഹൈയസ്റ്റ് വാല്യൂ 80. ഹൈയസ്റ്റ് വാല്യൂ 80 ആയപ്പോ അതിന് ഫസ്റ്റ് റാങ്ക്. ഇനി സെക്കൻഡ് വാല്യൂ ഏതാണെന്ന് മൊത്തം ചെക്ക് ചെയ്യുക. മൊത്തം ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ ഏത് കണ്ടു? 75. ശ്രദ്ധിച്ചേ, 75 ഒക്കെ 2 ടൈംസ്.
ഓക്കെ, അപ്പൊ നമുക്ക് താഴെ ഒന്ന് നോട്ട് ചെയ്തേക്കാം. 75 ഒക്കെ 2 times. ഓക്കെ, അപ്പൊ 75 2 times ഒക്കർ ചെയ്ത്, അപ്പൊ എന്ത് ചെയ്യാനാ പറഞ്ഞത്? തൊട്ടടുത്ത 2 റാങ്കുകൾ കൊടുക്കുക. ആദ്യത്തെ 75ന് നമുക്ക് സെക്കൻഡ് റാങ്ക് കൊടുക്കുക. പെൻസിൽ വർക്ക് ചെയ്ത വെരി ഗുഡ്. ആദ്യത്തെ 75ന് സെക്കൻഡ് റാങ്കും രണ്ടാമത് വരുന്ന 75ന് തേർഡ് റാങ്കും കൊടുത്തുകൊണ്ട് അസ്യൂം ചെയ്തുകൊണ്ട് അതിന്റെ ആവറേജ് റാങ്കുകൾ എടുക്കുക. അപ്പൊ എങ്ങനെ വരും? 2 plus 3 by 2. 2 plus 3 by 2 എത്ര വന്നു? 5 by 2 2.5. അപ്പൊ ആ രണ്ട് 75ന് നമുക്ക് ഏത് റാങ്ക് കൊടുക്കാം? 2.5. ഓക്കെ, ഇനി നെക്സ്റ്റ് വാല്യൂ 75 കഴിഞ്ഞ് നെക്സ്റ്റ് വാല്യൂ ചെക്ക് ചെയ്തേ. ഏത് വരുന്നു? 68. 68ന് ഏത് റാങ്കാ കൊടുക്കേണ്ടത്? 4th റാങ്ക്. കാരണം നമ്മൾ സെക്കൻഡ് റാങ്കും തേർഡ് റാങ്കും ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. 68ന് ഇനി 4th റാങ്ക് കൊടുക്കാവൂ. ഓക്കെ, അപ്പം 68 കണ്ടപ്പോൾ നമ്മൾ ഒന്നുകൂടെ കണ്ണോടിച്ചിട്ടുണ്ട്. വേറെ 68 ഉണ്ടോ എന്ന് നോക്കി. ഒരു 68 ഇല്ല. ദെൻ നെക്സ്റ്റ് വാല്യൂ, ഇപ്പൊ നമ്മൾ ഏത് റാങ്ക് നിൽക്കുക? 4th റാങ്ക്. ഇനി അടുത്ത വാല്യൂ 64. അപ്പൊ 68ന് അടുത്ത് തന്നെ 64 ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ മൊത്തം ഒന്ന് നോക്കി, 64 റിപ്പീറ്റ് ചെയ്തോന്ന്. അപ്പം 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ? 64 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. ശ്രദ്ധിച്ചല്ലോ? അപ്പൊ താഴെ നമുക്കൊന്ന് നോട്ട് ചെയ്യാം. നേരത്തെ എഴുതിയതിന്റെ താഴെയായിട്ട് നമുക്ക് നോട്ട് ചെയ്യാം. 64 ഒക്കെ 3 times. 65 ഒക്കെ 64 ഒക്കെ 3 times. അപ്പോഴിനി ആ 64 3 64നും 3 റാങ്കാ കൊടുക്കാൻ പോണത്. ഏത്? 4th റാങ്ക് വരെ നമ്മൾ കൊടുത്തു കഴിഞ്ഞില്ലേ? ഇനി ആദ്യത്തെ 64ന് 5, അതായത് 5th റാങ്ക്. നെക്സ്റ്റ് 64 6th റാങ്ക്. ലാസ്റ്റ് 64ന് 7th റാങ്ക്. 5th 6th 7th ഇതിന്റെ ആവറേജ് റാങ്ക്. അപ്പൊ എങ്ങനെ വരും? 5 plus 6 plus 7 18 by 3. 18 by 3 6. ഈ 6th റാങ്ക് ആയിരിക്കണം ഈ 3 64നും കൊടുക്കേണ്ടത്. 3 64നും 6th റാങ്ക് കൊടുക്കുക. ഇനി നെക്സ്റ്റ് വാല്യൂ 55. 64 കഴിഞ്ഞ് നെക്സ്റ്റ് വാല്യൂ 55. അത് റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതിന് ഏത് റാങ്ക് കൊടുക്കണം? 9th റാങ്ക് അല്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് വാല്യൂ ഏതാണ്? 55. അപ്പൊ ആൾറെഡി നമ്മൾ ഏതൊക്കെ റാങ്ക് കൊടുത്തു കഴിഞ്ഞു? 8th വരെ കൊടുത്തു കഴിഞ്ഞു. ഇതല്ലല്ലോ 7th റാങ്ക് വരെ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഇനി 55ന് ഏത് റാങ്ക് ഇനി നെക്സ്റ്റ് വീഴേണ്ടത്? 8th റാങ്ക്. നെക്സ്റ്റ് വാല്യൂ 50. 50ക്ക് 9th റാങ്ക്. ലാസ്റ്റ് വാല്യൂ 40, 10th റാങ്ക്. ക്ലിയർ ആയോ? അപ്പൊ ഇനി നമുക്ക് ഇതുപോലെ വൈയുടെ വാല്യൂസിനെ റാങ്ക് ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് കോളം കൊടുക്കാം, റാങ്ക് ഓഫ് വൈ. അപ്പൊ വൈയുടെ വാല്യൂസ് എല്ലാം ചെക്ക് ചെയ്യാൻ നമുക്ക് ഇതുപോലെ ഇപ്പൊ ചെയ്ത പോലെ തന്നെ വരണം. അപ്പം വൈയുടെ വാല്യൂസ് ചെക്ക് ചെയ്തപ്പം വിച്ച് ഇസ് ഹൈയസ്റ്റ് വാല്യൂ? 81.
81 റിപ്പീറ്റ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് റാങ്ക്. നെക്സ്റ്റ് വാല്യൂ 70, അത് റിപ്പീറ്റ് ചെയ്തിട്ടില്ല, സെക്കൻഡ് റാങ്ക്. Then next value 68, റിപ്പീറ്റ് ചെയ്തോന്ന് നോക്കിയേ, റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ, 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ 64 ഒക്കെ 2 times. താഴെ നമുക്ക് നോട്ട് ചെയ്യാം, 68 ഒക്കെ 2 times. അപ്പൊ 68 നമുക്ക് ഏതൊക്കെ ആവറേജ് റാങ്ക് കാണണ്ടേ ഇനി? അപ്പൊ 68 ഏതൊക്കെ റാങ്കുകൾ കൊടുക്കണം? സെക്കൻഡ് റാങ്ക് വരെയല്ലേ ആയത്, തേർഡും ഫോർത്തും കൊടുക്കാം. ആദ്യത്തെ 68-ന് തേർഡ് റാങ്കും രണ്ടാമത്തെ 68-ന് ഫോർത്ത് റാങ്കും കൊടുക്കുന്നു. അപ്പൊ അതിന്റെ ആവറേജ് റാങ്ക് 3 + 4/2, 7/2, 3.5. അപ്പം 2 68-ന് ഏത് റാങ്കാ വീണ്? 3.5th റാങ്ക്. ഓക്കെ, ഇനി 68 കഴിഞ്ഞ നെക്സ്റ്റ് വാല്യൂ 62. 62 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയേ, 62 റിപ്പീറ്റ് ചെയ്തിട്ടില്ല. റിപ്പീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഏത് റാങ്ക് കൊടുക്കും? ആൾറെഡി നമ്മൾ തേർഡും ഫോർത്തും കൊടുത്തു കഴിഞ്ഞു. നെക്സ്റ്റ് റാങ്ക് 5th റാങ്ക്, 62-ന് 5th റാങ്ക്. 62 കഴിഞ്ഞുള്ള വാല്യൂ, നെക്സ്റ്റ് വാല്യൂ 60. 60 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ നോക്ക്, റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അപ്പം നെക്സ്റ്റ് റാങ്ക് 60-ക്ക് ഏത് റാങ്ക് വരും? 6th റാങ്ക്. 60-ക്ക് 6th റാങ്ക്. ഈ നെക്സ്റ്റ് വാല്യൂ 60 കഴിഞ്ഞ് 58 റിപ്പീറ്റ് ചെയ്തിട്ടില്ല, 7th റാങ്ക്. നെക്സ്റ്റ് വാല്യൂ 50, 8th റാങ്ക്. 50 കഴിഞ്ഞ് നെക്സ്റ്റ് വാല്യൂ 48, 9th റാങ്ക്. റിപ്പീറ്റ് ചെയ്തിട്ടില്ല, ലാസ്റ്റ് വാല്യൂ 45, 10th റാങ്ക്. അല്ല, ഞാൻ റാങ്ക് കണ്ടെത്തിയ രീതി ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. വളരെ ശ്രദ്ധയോടെ വേണം റാങ്ക് എടുക്കുന്നത്. ഇനി മറ്റതുപോലെ തന്നെ എന്തൊക്കെ കാണണം? ഡിയും ഡി സ്ക്വയറും കാണണം, ഡിയും ഡി സ്ക്വയറും. ഓക്കെ, അപ്പൊ ഡി കാണുക. വാട്ട് ഈസ് ഡി? ഡിഫറൻസ് ബിറ്റ്വീൻ റാങ്ക്സ്. നമുക്ക് ഈ റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. ഡി കാണുകയാണ്. അപ്പൊ റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് 4ഉം 5ഉം. 1, 6, 7, 1, 2.5, 3.5, difference 1, 9, 10, difference 1, 6, 1, difference 5, 1, 6, difference 5, 2.5, 3.5, difference 1, 10, 9, difference 1, 8, 8, difference 0, 6, 2, difference 4. Next column, d square. ഈ ഡിയുടെ സ്ക്വയർ എടുക്കുകയാണ് നമ്മള്. ആദ്യത്തെ 1 സ്ക്വയർ, 1, 1 സ്ക്വയർ, 1, 1 സ്ക്വയർ, 1, 1 സ്ക്വയർ, 1. ഇനി അടുത്തത് 5, 5 സ്ക്വയർ 25. നെക്സ്റ്റ് വാല്യൂ 5, 5 സ്ക്വയർ 25. 1 സ്ക്വയർ 1, 1 സ്ക്വയർ 1, 0, 0,
4 square 16. അപ്പൊ d square കണ്ടു. Next find out sigma d square. അപ്പൊ നമുക്ക് d square എല്ലാം കൂടി ആഡ് ചെയ്തെടുക്കാം. d square എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ we get 72. ഓക്കെ, ഇനി എന്തൊക്കെ ചെയ്യണമെന്നാ പറഞ്ഞ? 2 സ്റ്റെപ്പ് ആയിരുന്നല്ലോ പറഞ്ഞത്. ഒന്നാമത്തെ സ്റ്റെപ്പ് ആവറേജ് റാങ്ക് കൊടുക്കണം. അത് ആൾറെഡി നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് സിഗ്മ ഡി സ്ക്വയറിന്റെ കൂടെ എം ക്യൂബ് മൈനസ് എം ബൈ 12 ആഡ് ചെയ്യുക. സിഗ്മ ഡി സ്ക്വയർ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എം ക്യൂബ് മൈനസ് എം ബൈ 12 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എം ക്യൂബ് മൈനസ് എം ബൈ 12 കാണുക. അപ്പൊ നമ്മള് എം എന്ന് പറഞ്ഞാൽ എന്താന്നാ പറഞ്ഞത്? നമ്പർ ഓഫ് ടൈംസ് വൺ ഐറ്റം റിപ്പീറ്റ്സ്. ഇനി താഴെ നമ്മൾ എല്ലാം റിപ്പീറ്റ് ചെയ്തായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ നമുക്ക് കണ്ടുപിടിച്ച് പോവാം. ആദ്യത്തെ എന്താ വന്നത്? 75 occur 2 times. Therefore, m is equal to 2. m എന്താണ്? ഒരു നമ്പർ എത്ര പ്രാവശ്യം ആവർത്തിച്ചു. ഇവിടെ 2 times അല്ലേ വന്നത്. അതുകൊണ്ട് m is equal to 2. കോമ കൊടുക്കാം. നമുക്ക് m ക്യൂബ് മൈനസ് m is equal to 2 ക്യൂബ് minus 2. That is 8 minus 2. That is 6. 2 cube എന്താ? 2 into 2 into 2. അപ്പോൾ 8. 8 minus 2 6. പിന്നെ നെക്സ്റ്റ് നമ്പർ. നെക്സ്റ്റ് ഏതാണ്? 64 ഒക്കെ 3 times. Therefore m is equal to 3. കോമ കൊടുത്തേ. m 3 ആണെങ്കിൽ m ക്യൂബ് മൈനസ് m is equal to 3 cube minus 3. അപ്പൊ 3 ക്യൂബ് ആയപ്പം 3 into 3 into 3. എത്ര വരും? 3 into 3 9. 9 into 3 27. 27 minus 3 24. ഇനി നെക്സ്റ്റ് നമ്പറിലോട്ട് പോകാം. 68 ഒക്കെ 2 times. Therefore m is equal to 2. 2 times ആയതുകൊണ്ട് m is equal to 2. m cube minus m is equal to 2 cube minus 2. 2 cube എത്രയാ? 8. 8 minus 2 is equal to 6. Okay. Next find out total m cube minus m. The next total m cube minus m. Total m cube minus m is equal to, നോക്കിയേ ഓരോന്നും. ആദ്യത്തെ 6 പ്ലസ് സെക്കൻഡ് 24 പ്ലസ് 6. ഇപ്പൊ ടോട്ടൽ 36. ഇപ്പൊ ടോട്ടൽ m ക്യൂബ് മൈനസ് m 36. ഇനി നമുക്ക് അതുകൂടെ കാണാം. Therefore m cube minus m by 12 is equal to. Therefore m cube minus m by 12 is equal to 36 by 12 is equal to 3. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പും ചെയ്തു. ആവറേജ് റാങ്ക് കാണുക. എം ക്യൂബ് മൈനസ് എം ബൈ 12 സിഗ്മ ഡി സ്ക്വയറിന്റെ കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാം. റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഈസ് ഈക്വൽ ടു വൺ മൈനസ് 6 into 6 പുറത്തിട്ട് ബ്രാക്കറ്റ് കൊടുത്തോളാം. സിഗ്മ ഡി സ്ക്വയർ പ്ലസ് എം ക്യൂബ് മൈനസ് എം ബൈ 12 ഡിവൈഡഡ് ബൈ n into n സ്ക്വയർ മൈനസ് 1.
that is equal to 1 minus 6 into sigma d square എത്ര 72 plus m cube minus m by 12 എത്ര 3 divided by n 10 number of pairs of values 10 10 into 10 square minus 1 that's equal to 1 minus 6 into 75 by 990 that's equal to 0.545 0.545 ആകുമ്പോൾ ആൻസർ എത്ര വരും 0.55 അല്ലേ തേർഡ് പ്ലസ് 5 ആയതുകൊണ്ട് സെക്കൻഡ് പ്ലേസിനോട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു ആൻഡ് ദ ഫൈനൽ ആൻസർ ഈസ് 0.55